മജ്ലിസുന്നൂർ സത്യത്തിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ അതിൻ്റെ സാക്ഷാത്കാരത്തിന് പറ്റുന്ന ഉത്തമ സുഹൃത്താണ് മജ്ലിസുന്നൂർ. അതിന് ഒരുപാട് അനുഭവങ്ങളിൽ ഒരനുഭവമാണ് ഈ ഇരിക്കുന്നത്. നീ കണ്ടില്ല എന്ന് വരണ്ട. എൻ്റെ പ്രിയ സുഹൃത്ത് നാസർ അവിടെ ക്യാമറ ഇട്ടിരിക്കുന്നുണ്ട്. ആ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തു നാസർ. കാരണം എൻ്റെ മേലെ കുതിര കയറണ്ട. നീ ഇതാ ഈ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം പാങ്ങുകാരനാണ്. പേര് അബ്ബാസ് എന്നാണ്. അബ്ബാസ് മുസ്ലിയാർ. അദ്ദേഹത്തിന് 11 കൊല്ലത്തോളം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. 2 കണ്ണ് പൂർണ്ണ അന്ധതയിലായിരുന്നു. കാഴ്ച ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മുഅദ്ദിൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ അവർ പള്ളിയൊക്കെ വരവുണ്ട്, കണ്ണ് കാണൂല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായത്തോടെ തപ്പിത്തറിഞ്ഞു ഊന്നുവടിയോടൊക്കെ വരൂ. പക്ഷെ കറണ്ട് പോയ സമയത്ത് മുക്കറിക്ക മെഴുകുതിരൊക്കെ കത്തിച്ചു ഇയാളൊന്നോട്ടൊക്കെയാണ് തട്ടിട്ട്. അപ്പം മുഅദ്ദിനാണെങ്കിൽ ഇദ്ദേഹത്തിന് കണ്ണ് കാണാത്ത അറിയില്ല. എന്നിട്ട് എനിക്ക് നല്ല ദേഷ്യം പിടിച്ചു. പിന്നെയാണ് കണ്ണ് കാണാത്ത ആളാന്ന് മനസ്സിലായത്. അപ്പം കറണ്ട് പോയത് വരെ ഈ ഇരിക്കുന്ന ആൾ അറിഞ്ഞില്ല. ഒരു തരിമ്പ് കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അതിന് പോകാൻ ബാക്കിയുള്ള ഹോസ്പിറ്റലില്ല, കാണാൻ ബാക്കിയുള്ള ഡോക്ടർമാരില്ല. പരിചയത്തിലും കേൾവിയിലുള്ള നിപുണരായ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു. കേരളത്തിൻ്റെ പുറത്തു പോയി, കേരളത്തിൻ്റെ ഉള്ളിലായി, പെരിന്തൽമണ്ണയിൽ പോയി, എല്ലായിടത്തും ഡോക്ടർമാർ പറഞ്ഞത് ഇത് മാറൂല, ഇതിന് ഭൂമിയിൽ മരുന്നില്ല എന്നാ പറഞ്ഞത്. എന്താ ഇരിക്കണ ആളിത് ഇരിക്കണ്. ഞാൻ ആളെ ചൂണ്ടിട്ടാളോ പറയണേ. ആ ഒരു അനുഭവം പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിൽ 12-11 കൊല്ലത്തോളം അദ്ദേഹം കഴിഞ്ഞു. വാതിന് പോകാൻ സംഘാടകർ വേണം, അല്ലെങ്കിൽ കൂട്ടുകാർ വേണം. കൊലായിന്ന് ഒന്ന് എണീറ്റിട്ട് തുപ്പാൻ ഊന്നുമടി കാൽമ ചാരിയിട്ട് ആ കസാരയിലിരിക്കുക. ഊന്നുമടി എപ്പോഴും കയ്യിലുണ്ടാവും. ഭാര്യനെ കണ്ടിട്ട് കൊല്ലം 12ഓളായി. കെട്ടിയോളെ കണ്ടിട്ട്, കുട്ടികളെ കണ്ടിട്ട്, ഉമ്മാനെ കണ്ടിട്ട്, കൂട്ടുകാരെ കണ്ടിട്ട്, വീട്ടുകാരെ കണ്ടിട്ട്, നാട്ടുകാരെ കണ്ടിട്ട് 12 കൊല്ലായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരൊക്കെ കൂടി തീരുമാനിച്ചു നമ്മൾ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ഒന്ന് പോവാന്ന്. അത് ഡോക്ടറാണല്ലോ, ശരിക്കുള്ള ഡോക്ടർമാർ അവരാണല്ലോ. അത്തിപ്പറ്റ സ്ഥാനത്ത് പോവാറ് ഇതായിരിക്കണേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തും. അങ്ങനെ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ടവരും നാട്ടിലെ കുറച്ച് ആളുകളും കൂടി വന്നു. നാട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? വല്യാട്ടുന്ന് കുറച്ച് ആളും കൂടി അത്തിപ്പറ്റ സ്ഥാനോട് പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ല. ഉസ്താദ് വെച്ചു, ഡോക്ടർമാരെ കണ്ടില്ലേ? കണ്ടു. നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, ഇടക്ക് പോയതാ. അപ്പൊ ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞ്? അവര് ഭൂമിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞിരിക്കണ. ഭൂമിയിൽ ഇതിന് മരുന്നില്ല എന്നാണ് പറഞ്ഞത് ഉസ്താദ്. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, അത് വെറുതെ പറയുകയാണ്, മരുന്നില്ല എന്നത് ശരിയല്ല. അബ്ബാസ് മുസ്ലിയാരും കൂടെയുള്ളവരും ഞെട്ടിത്തെറിക്കുകയാണ്. എന്താണ് ഉസ്താദേ പറയുന്നത്? വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ, സമർത്ഥരായ ഡോക്ടർമാരൊക്കെ മരുന്നില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ വിഷയത്തിന് മരുന്നുണ്ടെന്നാണോ ഉസ്താദ് പറയുന്നത്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത് എന്താണ്? മരുന്നല്ലേ ഉമ്മമാരെ. അത്തിപ്പറ്റ ഉസ്താദ് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ മജ്ലിസുന്നൂറുണ്ടോ? അവര് പറഞ്ഞുണ്ട്. എന്നാൽ 6 മജ്ലിസുന്നൂറിന് അടുപ്പിച്ച് പങ്കെടുത്താൽ 7ാമത്തതിന് എനിക്ക് പോകുമ്പോ കണ്ണിന് കാഴ്ചയുണ്ടാകോ? നിങ്ങൾക്ക് വേറെ മരുന്ന് വേണ്ട. 6 മജ്ലിസുന്നൂറിന് അടുപ്പിച്ച് പങ്കെടുത്തു. പിന്നത്തേന് പോകുമ്പോ കാഴ്ചയായിട്ടാണ് പോയത്. ഇരിക്കുന്ന ആളായിരിക്കണേ. അതാണ് മജ്ലിസുന്നൂർ. 12 കൊല്ലം അനുഭവിച്ച അന്ധതയുടെ ഇരുട്ടിൽ നിന്ന് ഈ ഇരിക്കുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടത് മജ്ലിസുന്നൂർ കൂട്ടുപിടിച്ചത് കൊണ്ടാ. അതല്ലേ അതിലെ ദുആ തന്നെ. ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലു ബദിരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഞാൻ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കണം. മനസ്സറിഞ്ഞിട്ട് ഈ സാസിലേക്ക് കണ്ട് ലയിക്കണം. നമ്മൾ റസൂലുള്ളാഹിൻ്റെ ആളുകളാവണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇങ്ങോട്ട് നോക്ക്.
അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽ പടച്ചോ നമ്മെ പെടുത്തി എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ ആരുടെ യോഗ്യത കൊണ്ടോ നമ്മളെ കുടുംബം കണ്ട അള്ള പേടിച്ചിട്ടോ പെടുത്തിയതില്ല. ഇന്ന ആൾക്കാരെ ഉമ്മത്തിൽ പെടുത്താൻ അവരൊക്കെ കൂടി നാളെ ആഖിറത്തിൽ ഇന്ന വാളയും എന്നൊരു പേടി അള്ളാഹ്ക്കുണ്ടോ? നമ്മൾ അള്ളാഹിനെ എന്ത് ചെയ്യാനാ? ഈ പാവങ്ങളായ നമ്മളെ ഈ ഉമ്മത്തിൽ പടച്ചോനാണ്ട് പെടുത്തി തന്നില്ലേ. ബുദ്ധി ഉള്ളതുകൊണ്ട് ഉമ്മത്ത് കയറാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ശാസ്ത്രജ്ഞനൊക്കെ പിന്നെ ഉമ്മത്തി മുഹമ്മദിൽ പെടണ്ടേ? ബുദ്ധി ഉള്ളതുകൊണ്ട് ഉമ്മത്ത് പെടാൻ പറ്റുമോ? പഠനം കൊണ്ട് ഉമ്മത്ത് പെടാൻ പറ്റുമോ? തൗഫീഖല്ലേ യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. അള്ളാഹ്ക്ക് 2 നൂറുണ്ട്. ഒരു ഷംസിന്റെ നൂറ് അതെല്ലാവർക്കും കിട്ടും. പക്ഷേ മുഹമ്മദ് മുസ്തഫാന്റെ നൂറ് അത് ഇച്ഛിച്ച ആളുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടിയില്ല. ഇനി ഇതൊന്ന് പതറി ട്രാക്ക് മാറാതിരിക്കാൻ നമ്മളല്ലേ ശ്രമിക്കേണ്ടേ? അല്ല അല്ല പറയണേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതിനല്ലേ ഞാൻ ഉദ്ധരിച്ച ആയത്തിലും യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും അഹ്ലീകും നാറാ. നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിശ്രമം വേണമല്ലോ. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. ഇവിടെ ഇഹ്സാൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഇഹ്സാൻ ആ ജന്നത്ത് അല്ലാഹ് നമുക്ക് തരും. ഇന്നാണെങ്കിലോ സംശയങ്ങളുടെ സുനാമിയും പരിഹാസങ്ങളുടെ വേലിയേറ്റവും പരീക്ഷണങ്ങളുടെ കടുത്ത തീജ്വാലയും അതിൻ്റെ നടുക്കളത്തിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് നമ്രൂദിന്റെ തീജ്വാലയെ ഉദ്യാനമാക്കി മാറ്റിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കാമ് നമുക്ക് കിട്ടൂല. പക്ഷെ അതിന്റെ ഖദറിന്റെ ഒരു അംശം ഈമാനിക ലോകത്ത് കിട്ടിയാൽ അതാണ് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്നതിന് സൂഫിയാക്കളിൽ ചില കൊടുത്ത വിശദീകരണം. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബിന്റെ മക്കാമ് മനസ്സിലാക്കിയിട്ട് നിൽക്കണമെന്ന്. എന്നാൽ നമുക്കും ശരിക്കും നിസ്കാരം മിഹ്റാജാവും. അസ്സലാത്തു മിഹ്റാജുൽ മുഅ്മിൻ. പക്ഷെ നീ മിഹ്റാജല്ലല്ലോ, ഒന്ന് കാട്ടിക്കൂട്ടലല്ലേ. അതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് വഅള് ഉദ്ബോധനം. അതിനാണ് മജ്ലിസിനൂർ. അതിനാണ് മജ്ലിസ്. എണീറ്റ് പോകുമ്പോൾ വന്ന ആളുകളാവരുത്, കാറ്റഗറി ഉയരണം. അള്ളാഹു തആല ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ തന്നെ ദോഷങ്ങൾ കുറേ അള്ളാഹ് മായ്ക്കും. ഒരു സംശയം വേണ്ട. ഫ്രിഡ്ജിൽ വെച്ച് ഐസുകൾ കണ്ടില്ലേ, എടുക്കണമത്ത് കട്ടായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വെള്ളമായിട്ടുണ്ടാവും. അങ്ങനെയാണ് മജ്ലിസ് വന്നിരിക്കുമ്പോൾ ഹൃദയമൊക്കെ കടുത്തിട്ടുണ്ടാവും ദോഷങ്ങളെ കൊണ്ട്. നല്ല നെയ്യത്തോടെ ഇരുന്ന് എണീറ്റ് പോകുമ്പോൾ അതിങ്ങനെ ഒലിച്ച് വെള്ളം പോലാണ്ട് പോയിട്ടുണ്ടാവും. പണി അള്ളാഹു എടുത്തോളൂ. അള്ളാഹു തആല നമ്മളെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. കൂട്ടുപിടിക്ക. ഈ ലീഡറുമായി ബന്ധം ഉണ്ടാവണം. ഈ ലീഡറുമായി, ഇത് വേൾഡ് ലീഡറാണ് മുഹമ്മദ് മുസ്തഫ. പോരാ, വേൾഡ് ടീച്ചറാണ്, വേൾഡ് ലീഡറാണ്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമീ. മാതാപിതാക്കളോട് കടമയുള്ള മക്കളാകണം ഈ ഇരിക്കുന്ന മനുഷ്യൻ. കണ്ടില്ലേ, 12 കൊല്ലത്തിനു ശേഷം പടച്ച തമ്പുരാൻ മജ്ലിസിന്നൂർ കൊണ്ട് കണ്ണിന് കാഴ്ച കൊടുത്തപ്പോ അദ്ദേഹം ആദ്യമായി വിളിച്ചത് ഉമ്മാ. അള്ളാനെ സ്തുതിച്ചുകൊണ്ട് ഉടനടി ഞൊടിയിടയിൽ വിളിച്ചത് ഉമ്മ. അത് വല്ലാത്തൊരു വിളിയാണ്. എടാ മോനെ, ഉമ്മാന്റെ അനുഗ്രഹം അറിയണമെങ്കിൽ ഉമ്മ ഖബറിലുള്ള മക്കളോട് ചോദിക്കണോ? നമുക്കൊക്കെ മനസ്സിൽ തട്ടി നീട്ടി വിളിക്കാൻ ഒരു പേരുണ്ട്. 3 പേരാണുള്ളത്. ഒന്ന് ആത്യന്തികമായ വിളിയാണ് അല്ലാ, മറ്റൊരു വിളി യാ നബി അല്ലാ, പിന്നൊരു വിളിയുണ്ട് ഭൂമിയിലെ ആസ്വാദനത്തിന്റെ സംഗീതം പോലെയുള്ള വിളിയാണ് യാ ഉമ്മീ. ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് 2 കൊല്ലമായി. ഇപ്പോൾ എൻ്റെ ഉമ്മയുള്ളത് ഖബറിലാണ്. ഇപ്പോഴും ഉമ്മാന്റെ ഖബറിലേക്ക് പലപ്പോഴും ഞാൻ ഒറ്റക്കാണ് പോകല്. ചിലപ്പോഴൊക്കെ വാള് കഴിഞ്ഞ് വന്നാൽ ഉറക്കം കിട്ടൂല. അപ്പൊ ആരെയും കൂട്ടാതെ ഒറ്റക്ക് വണ്ടി എടുത്തുകൊണ്ട് പള്ളിക്കാട്ടിൽ പോയി ഉമ്മാന്റെ അരികിൽ പോയി ഞാനങ്ങ് വിളിക്കും ഉമ്മാ. ഉമ്മ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് വർത്തമാനം പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറെ വർത്തമാനം പറയൂ, പക്ഷേ പ്രതികരിക്കുന്നത് കേൾക്കാറില്ല. പിന്നെ കരഞ്ഞുകൊണ്ട് എണീറ്റ് വരവാണ്. പൊന്നുമോനെ, ആ അടുക്കളയിൽ നിനക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്ന ഉമ്മയില്ലേ, മുഖം ചുക്കിച്ചുളിഞ്ഞതാകാ, നരമ്പുകൾ പൊന്തിയതാകാ, മുടികൾ നരച്ചതാകാ, നടു ഒടിഞ്ഞതാകാ, കണ്ണ് വൃത്തിയില്ലാത്തതാകാ, മൂക്ക് വൃത്തിയില്ലാത്തതാകാ, പ്രായമാണതിന് കാരണമെന്ന് വെക്കാതെ അതിനെ തള്ള എന്ന് വിളിച്ച് ചവിട്ടിത്താഴ്ത്തുന്ന സമയത്ത് നീ ചവിട്ടിത്താഴ്ത്തുന്നത് ആരെയാണെന്നറിയോ? നിന്റെ സ്വർഗത്തിന്റെ താക്കോല് ഉമ്മയാന്ന് മറക്കണ്ട.
പ്രിയപ്പെട്ടവര്, മുത്തു മുസ്തഫ പറഞ്ഞതാണെന്ന് വിസ്മരിക്കണ്ട. നിസ്കാരത്തെ മുള്ള എത്ര ആളുകളാ ഉമ്മായോട് പെരുമാറുന്നത്, അത് കേടയോ ഉമ്മായോട് മിണ്ടാത്ത ആളുകളുണ്ട്, വാപ്പായെ തള്ളുന്ന ആളുകളുണ്ട്. എല്ലാം നെറ്റത്ത് നിസ്കാരത്തെ മുള്ള ആളുകളാണ്. അൽ ജന്നത്തു തഹത ഖദാമിൽ ഉമ്മഹാത്ത്. മുമ്പ് യുക്തിവാദികളുടെ നേതാവായ രവിചന്ദ്രന് ഒരു പ്രസംഗത്തിൽ അങ്ങനെ ഒരു ഹദീസില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ, ഹദീസുള്ളതായി ഞങ്ങളൊക്കെ പ്രസംഗത്തിൽ ധാരാളം ഉദ്ധരിച്ച സമയത്ത് മുങ്ങിയതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ ഇതേ രൂപത്തിലുള്ള എത്ര റിവായത്തിലാ പറഞ്ഞത്. ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് മറക്കണ്ട. ആ ഉമ്മ രണ്ട് കണ്ണിന് കാഴ്ച കണ്ട് കിട്ടിയപ്പോ ബഹുമാനപ്പെട്ട അബ്ബാസ് വിളിച്ചത് ഉമ്മാന്നാണ്. കിടക്കണോടത്ത് ഉമ്മ മോനേന്ന് വിളിച്ചു. ഉമ്മ വിളി കേട്ട റൂമുക്ക് ഓടുകയാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, എവിടുക്കാന്ന് നിങ്ങൾ വടിയില്ലാതെ ഓടുന്നു? കാരണം വടിയില്ലാതെ ഓടാൻ അദ്ദേഹത്തിന് കഴിയില്ല, രണ്ട് കണ്ണിനും കാഴ്ചയില്ല, തലടഞ്ഞ് വീഴും. ഭാര്യ ചോദിച്ചു, നിങ്ങൾ തലകെട്ടി വീഴൂലേ, കാലിട്ടി വീഴൂലേ, എങ്ങോട്ടാ നിങ്ങൾ ഓടണേ? അബ്ബാസ് പറഞ്ഞു, ഇങ്ങോട്ട് വരില്ല മോളെ, കുട്ടികളെയും കൊണ്ടുവരില്ലേ, എനിക്ക് 12 കൊല്ലത്തിന് ശേഷം